أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا بني آدم خذوا زينتكم عند كل مسجد وكلوا واشربوا ولا تسرفوا إنه لا يحب المسرفين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ ലോക സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ജീവിതത്തിലെ ഓരോ മനുഷ്യരും പല കേന്ദ്രങ്ങളുമായി ദിനേന ബന്ധപ്പെടാറുണ്ട്. നമ്മുടെ ജോലി ആവശ്യാർത്ഥം, ചികിത്സയുമായി ബന്ധപ്പെട്ട്, വിനോദങ്ങൾക്ക് വേണ്ടി. ഒരാൾ ബന്ധപ്പെടുന്ന സ്ഥാപനവുമായി മറ്റൊരാൾക്കൊരു പക്ഷേ ജീവിതത്തിൽ ഒരിക്കൽ പോലും ബന്ധം സ്ഥാപിക്കേണ്ട ഒരാവശ്യം ഉണ്ടാവില്ല. എന്നാൽ എല്ലാ വിശ്വാസികളും നിരന്തരം ബന്ധം സ്ഥാപിക്കേണ്ട കേന്ദ്രമാണ് അള്ളാഹുവിൻ്റെ പള്ളികൾ. ആ പള്ളികൾക്കുള്ള ദീനിലെ സ്ഥാനവും പള്ളി നിർമ്മാണത്തിൻ്റെ മഹത്വവും പള്ളി പരിപാലകർക്കുണ്ടാകേണ്ട ഗുണങ്ങളുമാണ് കഴിഞ്ഞ ഖുതുബയിലൂടെ നമ്മൾ വിശദീകരിച്ചത്. ഒരു വിശ്വാസിക്ക് പള്ളിയുമായുള്ള ബന്ധം അഭേദ്യമാണ്. പള്ളിയുമായി ബന്ധം സ്ഥാപിക്കുന്നവന് ധാരാളം പ്രതിഫലങ്ങളുണ്ട് എന്ന് നമ്മൾ വിശദീകരിച്ചു. ഒരു ജാണുമീതെ കത്തിജ്വലിക്കുന്ന സൂര്യൻ നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ ഹർഷിന്റെ തണൽ നൽകി അള്ളാഹു ആദരിക്കുന്ന 7 വിഭാഗം ആളുകളിൽ അള്ളാഹു തആല ഒന്ന് എണ്ണിയത് അള്ളാഹുവിൻ്റെ പള്ളിയുമായി ബന്ധം സ്ഥാപിക്കുന്ന ഒരു യുവാവിനെ കുറിച്ചാണ്. പള്ളിയുമായി ബന്ധം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ പള്ളിയിൽ വെച്ചുള്ള എല്ലാ ആരാധനകളിലും നന്മകളിലും പങ്കെടുക്കുക എന്ന് മാത്രമല്ല, ആ പള്ളിയെ സംരക്ഷിക്കുക, അവിടെയുള്ള അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുക, ആ പള്ളിയിലെ കുറവുകളൊക്കെ പരിഹരിക്കുക. ഇതൊക്കെ എല്ലാ നിലക്കും ഒരു ആത്മബന്ധം ഉണ്ടാവുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ നമ്മുടെ നാട്ടിലുള്ള ആ മഹല്ലിലെ കമ്മിറ്റിയിലെ ആളുകൾക്ക് മാത്രമല്ല, ആ നാട്ടിലെ മുഴുവൻ മെമ്പർമാർക്കും അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട് എന്നർത്ഥം. ഇനി സഹോദരങ്ങളെ, സഹോദരിമാരെ, പള്ളിയിലേക്ക് പുറപ്പെടുമ്പോഴും പള്ളിയിലും പാലിക്കേണ്ട ചില മര്യാദകളെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കുന്നത്. ഒന്നാമത്തെ മര്യാദ, കഴിയുന്നതും വാഹനം ഒഴിവാക്കി പള്ളിയിലേക്ക് നടന്നു പോകാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ജുമുഅ ദിവസങ്ങളിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ അസ്സല യൗമൽ ജുമുഅത്തി വഅതസല സുമ്മ ബക്കറ വബ്തകറ വമശാ വലം യർകബ് വദനാ മിനൽ ഇമാമി ഫസ്തമഅ വലം യൽഗു കാന ലഹു ബികുല്ലി ഖുത്വത്തിൻ അമലു
അമലു സനത്തിൻ അജ്റു സിയാമിഹാ വഖിയാമിഹാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ജുമുഅ ദിവസം കുളിച്ചു, എന്നിട്ടതാ നേരത്തെ തന്നെ പുറപ്പെട്ടു. എങ്ങനെ? വാഹനത്തിൽ പോകാതെ അയാൾ നടന്നു. അതിനുശേഷം അതാ ഇമാമിന്റെ അടുത്ത് സ്ഥാനം പിടിച്ചു. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഏർപ്പെടാതെ ഖുതുബയതാ ശ്രദ്ധിച്ചു കേട്ടു. എങ്കിൽ അവന്റെ ഓരോ ചവിട്ടടിക്കും ഒരു വർഷത്തെ നോമ്പിന്റെയും രാത്രി നമസ്കാരത്തിന്റെയും പ്രതിഫലം അയാളിൽ അല്ലാഹു തആല രേഖപ്പെടുത്തി വെക്കുന്നതാണ്. ഇവിടെ ജുമുഅ ദിവസത്തെയാണ് നേരിട്ട് പരാമർശിക്കുന്നതെങ്കിൽ പോലും ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് ജമാഅത്ത് നമസ്കാരങ്ങളിലും ആ കാര്യം എന്താണ്? ബാധകാണെന്നാണ്. ജുമുഅക്ക് പ്രത്യേകം ശ്രദ്ധ ആ വിഷയത്തിൽ വേണം. പ്രിയമുള്ളവരെ, വളരെ ശ്രദ്ധയോടുകൂടി വളരെ ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? ഒന്ന് നേരത്തെ വരിക മാത്രമല്ല, ഇമാമിന്റെ അടുത്ത് സ്ഥാനം പിടിക്കുക, അനാവശ്യമായ ഒരു കാര്യങ്ങളിലും അയാൾ ഏർപ്പെടാതിരിക്കുക. എത്ര ഗൗരവമുള്ള കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സ്വഹാബാക്കള് ഇരുന്നത് എവിടെയാണ്? ഇതുപോലെ മുസല്ലയും കാർപ്പറ്റൊന്നുമില്ല. അവിടെ ഇരുന്നത് മണലിലാണ്. സ്വാഭാവികമാണ്, മണലിലിരിക്കുമ്പോൾ ആളുകൾക്ക് എന്തുണ്ടാവും? കൈയോണ്ടൊക്കെ വരഞ്ഞുകാണ്ട ഒരു കളി ഉണ്ടല്ലോ. ചില സ്വഹാബാക്കള് അവരിങ്ങനെ ചെരൽ കല്ല് കൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്തു? അവരിങ്ങനെ കളിക്കാൻ തുടങ്ങി. കളിക്കാറിനാല് സ്വാഭാവികമാണ്, ഇരിക്കുമ്പോൾ എന്ത് ചെയ്യും? ശബ്ദം മാറിക്കാണ്ട് വിരലോടൊക്കെ ഇങ്ങനെ നമ്മൾ മണലിലെ കളിക്കുമല്ലോ, അതേപോലെ ഇങ്ങനെ കല്ലുകൊണ്ട് ഇങ്ങനെ നീക്കി കളിക്കുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ചരൽ കല്ലുകൊണ്ട് കളിച്ചവന്റെ ജുമുഅ ബാത്തിലായി. ഇന്ന് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ട കാര്യമാണ്. ഇവിടുന്നല്ല, നാട്ടിലൊക്കെ ജുമുഅ നടക്കുന്ന സമയത്ത് മൊബൈലിൽ കോള് വരും. കോള് വരുന്ന സമയത്ത് പള്ളിയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് കോൾ അറ്റൻഡ് ചെയ്യാൻ. ആളുകൾക്ക് അറിവില്ലാത്തതുകൊണ്ടാണ്. രണ്ടാളുകൾ തമ്മിൽ ജുമുഅന്റെ ഇടയിൽ സംസാരിക്കുകയാണ്. രണ്ടാൾക്കാർ സംസാരിക്കുകയാണ്. ആ സംസാരിക്കുന്ന ഒരാളോട് മറ്റാൾ പറയാം മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞവന്റെ ഹുത്തുബ പോയി. വർത്താനം പറഞ്ഞവന്റെ ഹുത്തുബ ഏതായാലും പോയി. അപ്പം ഒരാള് അത് കണ്ടിട്ട് മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞവന്റെ ഹുത്തുബ പോലും പായ്വേലയായി എന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ സംസാരിക്കുന്നതിന്റെ ഗൗരവത്തിലാണ്. പിന്നെ ഉറങ്ങണേന്റെ ഗൗരവം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതൊക്കെ വളരെയേറെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യമാണ് പള്ളിയിലേക്ക് പ്രിയമുള്ളവരെ നേരത്തെ തന്നെ പുറപ്പെടുക എന്നുള്ളത്. പലരും ഇക്കാര്യത്തിൽ തികഞ്ഞൊരു അലംഭാവം പല ആളുകളും കാണിക്കുന്നുണ്ട്. തിരക്കൊന്നുമില്ല, എന്നാലും വീട്ടിൽ വെറുതെ അനാവശ്യമായി നേരം വൈകിയാണ്ട് പള്ളിക്ക് ജുമുഅ തുടങ്ങിയിട്ടാണ് പല ആളുകളും വരിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലൗ യഅലമു الناس ما في النداء والصف الاول ثم لم يجدوا الا يستهموا عليه لاستهموا ولو يعلمون ما في التخجيل لاستقبلوا اليه لاستبقوا اليه. ബാങ്ക് വിളിക്കുന്നവന്റെയും ഒന്നാമത്തെ സ്വഫിൽ നിൽക്കുന്നവന്റെയും പ്രതിഫലം ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അതിനുവേണ്ടി നറുക്കെടേണ്ടി വന്നാലും, അതിനുവേണ്ടി ഒന്നാമത്തെ സ്വഫിന് വേണ്ടി അല്ലെങ്കിൽ ബാങ്കിന് വേണ്ടി നറുക്കെടുക്കേണ്ടി വന്നാലും അവർ അതിനു വേണ്ടി നറുക്കിടുമായിരുന്നു. അതുപോലെ പള്ളിയിലേക്ക് നേരത്തെ എത്തുന്നതിന്റെ പ്രതിഫലം അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ അതിനുവേണ്ടി അവർ മത്സരിക്കുമായിരുന്നു. ഒരാൾക്ക് ബാങ്ക് കൊടുക്കാൻ ചാൻസ് എങ്ങനെ കിട്ടുക? ആരും ചാൻസ് കൊടുക്കണില്ല. അപ്പൊ തീരുമാനമാക്കി എന്ത്, നമുക്ക് നറുക്കിട്ടിട്ട് ആർക്കാണോ നറുക്ക് വീഴുന്നത് അയാൾക്ക് കൊടുക്കാം. അത്ര പ്രതിഫലമാണ്. ഒന്നാമത്തെ സ്വഫിന പ്രതിഫലമുണ്ട്, പള്ളിയിലേക്ക് നേരത്തെ വരുന്നതിന് പ്രതിഫലമുണ്ട്. പ്രിയമുള്ളവരെ, ഇത്തരം പ്രവാചക വചനങ്ങളെല്ലാം നമ്മുടെ ഈമാനിന്റെയും നമ്മുടെ തഖ്വയെയും ഒക്കെ സ്വയം അളക്കാനുള്ള ഒരു അവസരം കൂടിയാണെന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കുക. നമുക്ക് നേരത്തെ പള്ളിയിലേക്കൊക്കെ പോകാൻ തോന്നാറുണ്ടോ എന്നുള്ളത് നമ്മൾ ശരിക്കും ആലോചിക്കേണ്ട കാര്യമാണ്. വെള്ളിയാഴ്ച ആകുമ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലേ, നേരത്തെ പള്ളിയിലെത്തണം, ഒന്നാമത്തെ സ്വഫ് കിട്ടണം എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്കൊക്കെ വരാറുണ്ടോ എന്നുള്ളത് നമ്മൾ ഗൗരവമായിട്ട് ആലോചിക്കുക. അവിടെ നമ്മുടെ ഈമാനിനെ നമ്മൾ അളക്കേണ്ട ഒരു സന്ദർഭമാണ്.
അല്ലെ ഒഴിവ് കണ്ടാല് അല്ലെ ഒന്നാമത്തെ സൊഫിലോ രണ്ടാമത്തെ സൊഫിലൊക്കെ ഒഴിവ് കാണുമ്പോൾ അവിടേക്കൊന്ന് കയറി ഇരിക്കാൻ തോന്നുക. ഇങ്ങനെ നിരവധി അല്ലെ ചോദ്യങ്ങള് സ്വയം നമ്മൾ നമ്മുടെ നഫ്സിനോട് പ്രിയമുള്ളവരെ ചോദിക്കേണ്ടതുണ്ട്. പലരും വൈകി വരുന്നു മാത്രല്ല പിന്നെ വന്നാണ്ട് തന്നെ എന്താണ് ഉറങ്ങി തീർക്കുന്ന ആളുകളാണ്. ഇമാം മിമ്പറിൽ കയറി കഴിഞ്ഞാൽ പ്രവാചകൻ സാസം പറഞ്ഞത് മലക്കുകൾ പോലെ കിതാബ് അടച്ചു വെക്കുന്നതാണ്. പള്ളിയിലേക്ക് വരുന്ന ഓരോ ആളുകളെയും മലക്കുകൾ എഴുതി വെക്കുന്നുണ്ട്. ആദ്യം വന്ന ആൾ, രണ്ടാമത് വന്ന ആളെ. ഇമാം മിമ്പറിലേക്ക് കയറിയാൽ പിന്നെ അയാൾക്ക് ഹുതുബയുള്ളതായിട്ട് മലക്കുകൾ രേഖപ്പെടുത്തൂല. സ്ഥിരമായി ജുമക്കൊക്കെ നേരം വൈകി വരുന്ന ആളുകൾക്കൊക്കെ ഹുതുബ ഉണ്ടോ ഇല്ല എന്നുള്ളത് തന്നെ നമ്മൾ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഒരാൾക്ക് 3 ജുമ നഷ്ടപ്പെട്ടാൽ, 3 ജുമ ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ അത് ജുമക്ക് പോകാതിരിക്കുക മാത്രമല്ല, നമ്മുടെ അശ്രദ്ധ കൊണ്ടാണെങ്കിൽ, വൈകണത് നമ്മുടെ അശ്രദ്ധ കൊണ്ടാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അയാളെ ഹൃദയത്തിന് അല്ലാഹു തആല സീല് വെക്കുന്നതാണ്. അല്ലാഹ് സീല് വെച്ചാൽ പിന്നെ പ്രിയമുള്ളവരെ ആ ഹൃദയത്തിലേക്കുള്ള നന്മയും കയറൂല. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ഒരു കാര്യം പ്രിയമുള്ളവരെ, പള്ളിയിലേക്ക് പുറപ്പെടുമ്പോൾ ഭക്തിയോടെയും സമാധാനത്തോടെയും നല്ല ഗാംഭീര്യത്തോടെയും കൂടെയും പുറപ്പെടണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ടാക്കുന്ന ഹദീസിലുണ്ട്, ഇദാ സമയത്തുമുൽ ഇഖാമത ഫംശൂ ഇലസ്സലാത്തി വഅലൈക്കും ബിസ്സകീന വൽവഖാരി വലാ തുസ്രിഗൂ ഫമാ അദ്റക്തും ഫസല്ലൂ വമാ ഫാതകും ഫഅതിമ്മൂ. നിങ്ങൾ ഇഖാമത്ത് കേട്ടാൽ പള്ളിയിലേക്ക് നിങ്ങൾ പുറപ്പെടണം. അതിനർത്ഥം ഇഖാമത്ത് കേട്ടാലേ പുറപ്പെടാവുന്നല്ല. ഇഖാമത്തൊരാൾ കേട്ടാൽ പിന്നെ വേറെ സംസാരം, അവിടെ വേറെ സ്വയമൊന്നും ഉണ്ടാവാൻ പാടില്ല. അയാൾ നേരെ പള്ളിയിലേക്ക് അയാൾ പോകണം. എന്നിട്ടോ ആ പോണ്ട മര്യാദ പറഞ്ഞൊന്നും എങ്ങനെയാണ്? ഫംശൂ ഇലസ്സലാത്തി വഅലൈക്കും ബിസ്സകീനത്തി വൽവഖാർ. നടത്തത്തില് അടക്കവും നല്ല ഗാംഭീര്യമൊക്കെ ഉണ്ടാവണം. ഇവിടെ പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ ധൃതിപ്പെട്ട് പോകാൻ പാടില്ല, സ്പീഡിൽ പോകാൻ പാടില്ല. ഇമാമിനൊപ്പം നിങ്ങൾക്ക് ലഭിച്ചത് നിങ്ങൾ നിസ്കരിക്കുക, നഷ്ടപ്പെട്ടത് പൂർത്തിയാക്കുകയാണ്. ഇതെപ്പോഴാ പ്രശ്നം വരിക? നമ്മൾ പള്ളിക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ വുളൂ എടുക്കേക്കാരം, അല്ലെങ്കിൽ ഇമാമ് നിസ്കാരം തുടങ്ങി ആയത്തിങ്ങനെ സൂറത്തിങ്ങനെ ഓതി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ നമുക്കറിയാം ഇനി റുക്കൂക്കൊക്കെ 2 ആയത്തെ ബാക്കിയുള്ളൂ. അപ്പോ ആളുകൾ എന്ത് ചെയ്യുന്നത്? സ്പീഡാക്കും. എല്ലാം ഉളുവൊക്കെ പെട്ടെന്നാക്കിയിട്ട് ആ റക്അത്ത് കിട്ടാൻ വേണ്ടിങ്ങാണ്ട് ഓടി ചെന്ന് നിസ്കാരത്തിൽ പങ്കെടുക്കും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഓടി വന്ന ആളുകളെ പ്രവാചകൻ വിലക്കിയിട്ടുണ്ട്. പ്രവാചകൻ നമസ്കരിച്ചുകൊണ്ടിരിക്കെ ചില സ്വഹാബാക്കൾ ഓടി വന്നപ്പോ അവിടെ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടായി. പ്രവാചകൻ നിസ്കാരം കഴിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ നിസ്കാരത്തിന് ഓടി വന്നോന്ന് ചോദിച്ചു. ഞാനിങ്ങനെ ചില ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ അവര് പറയാണ്, ഞങ്ങള് നിസ്കാര റക്അത്ത് കിട്ടാൻ വേണ്ടി ഓടി വന്നതാണ്. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ സ്പീഡാക്കാൻ പാടില്ല. വലാ തുസ്രിഉ ഫമാ അദ്റക്തും ഫസല്ലു വമാ ഫാതകും ഫഅതിമു. കിട്ടിയത് നിസ്കരിക്കുക, നഷ്ടപ്പെട്ടത് എന്ത് ചെയ്യുക? പൂർത്തിയാക്കുക. ഒരിക്കലും നമസ്കാരത്തിലേക്ക് ധൃതിപ്പെട്ട് ഓടി വരാൻ പാടില്ല എന്നാണ് ഈ പറഞ്ഞ ഹദീസിന്റെ അർത്ഥം. നാലാമത്തെ കാര്യം പ്രിയമുള്ളവരെ, പ്രാർത്ഥനകൾ ചൊല്ലി പള്ളിയിലേക്ക് പോവുക. വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴുള്ള പ്രാർത്ഥന നമുക്കൊക്കെ അറിയാം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്നുള്ള ആ പ്രാർത്ഥന നമുക്കൊക്കെ അറിയാം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാ, ഒരിക്കൽ ഞാൻ എൻ്റെ അമ്മായി മൈമൂന റളിയല്ലാഹു അൻഹന്റെ വീട്ടില് നബിയോടൊപ്പം ഞാൻ രാപ്പാർക്കാണ്. അഥവാ പ്രവാചകന്റെ ഭാര്യന്റെ കൂടെ എൻ്റെ അമ്മായിയാണ്. ഞാൻ രാത്രി അവിടെ ആ വീട്ടിൽ നിന്ന് താമസിച്ചു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഞാൻ തഹജ്ജുദ് നിസ്കരിച്ചു. ശേഷം സുബഹി ബാങ്ക് കേട്ട് ഞങ്ങൾ പള്ളിയിലേക്ക് പുറപ്പെടുകയാണ്. ആ പുറപ്പെടുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താ പ്രാർത്ഥന എന്നറിയോ? അതൊക്കെ നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട പ്രാർത്ഥനയാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന നമുക്കറിയാം. വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകുമ്പോഴുള്ള പ്രാർത്ഥന എന്താ? ആ പ്രാർത്ഥനയാണ് പ്രവാചകൻ പഠിപ്പിക്കുക. അല്ലാഹുമ്മ ഇജ്അൽ ഫീ ഖൽബി നൂറ.
അല്ലാഹുമ്മ ഇജ്അൽ ഫീ ഖൽബി നൂറാ വഫീ ലിസാനി നൂറാ വജ്അൽ ഫീ സമഇ നൂറാ വജ്അൽ ഫീ ബസരി നൂറാ വജ്അൽ മിൻ ഖൽഫി നൂറാ വമിൻ അമാമി നൂറാ വജ്അൽ മിൻ ഫൗഖി നൂറാ വമിൻ തഹ്തി നൂറാ അല്ലാഹുമ്മ അഅ്തിനി നൂറാ. വളരെ സിമ്പിളാണ്, നമുക്കൊക്കെ അറിയുന്ന അർത്ഥങ്ങളാണ്. ഒന്ന് കൽബാണ്. അല്ലാഹുമ്മ ഇജ്അൽ ഫീ ഖൽബി നൂറ, അല്ലാഹുവേ എന്റെ ഹൃദയത്തിൽ നീ വെളിച്ചം തരണേ എന്നാണ്. എന്റെ ഹൃദയത്തിന് നീ പ്രകാശം തരണേ അല്ലാന്നാണ്. നൂറ് പറഞ്ഞ വെളിച്ചാണ്, ഖൽബ് പറഞ്ഞ ഹൃദയമാണ്. അല്ലാഹുമ്മ അല്ലാഹുവേ ഇജ്അൽ നീ നൽകണം, നീ തരണം, അല്ലെങ്കിൽ ആക്കണം. ഫീ ഖൽബി നൂറ എന്റെ ഹൃദയത്തിന് നീ വെളിച്ചമുണ്ടാക്കണം. വഫീ ലിസാനി നൂറ, ലിസാനി നാവാണ്. വഫീ ലിസാനി നൂറ വജ്അൽ ഫീ സമഇ നൂറ, സമഅ നമ്മുടെ കേൾവി. പിന്നെയോ വജ്അൽ ഫീ ബസ്വരി നൂറ, നമ്മുടെ കണ്ണിന്റെ കാഴ്ച. അല്ലേ, ബസ്വർ പറഞ്ഞാല് നമ്മുടെ കാഴ്ച, കണ്ണ്. അതിന് നീ പ്രകാശം നൽകണം. വജ്അൽ മിൻ ഖൽഫി നൂറ, എന്റെ പിന്നില്, എന്റെ ബാക്കില് നീ അല്ലാഹുവേ എന്റെ പുറകുവശത്ത് നീ എന്ത് ചെയ്യണം, എനിക്ക് വെളിച്ചം തരണം. വമിൻ അമാമി നൂറ, എന്റെ മുന്നില്, എന്റെ മുൻഭാഗത്ത്, മുന്നിലൂടെ എനിക്ക് എന്ത് ചെയ്യണം, നീ പ്രകാശം തരണം. വജ്അൽ ഫീ മിൻ ഫൗഖി നൂറ, എന്റെ മുകൾ ഭാഗത്ത് അല്ലാഹുവേ നീ എനിക്ക് വെളിച്ചം തരണം. വമിൻ തഹ്തി നൂറ, എന്റെ താഴ്ഭാഗത്ത് നീ എനിക്ക് വെളിച്ചം നൽകണം. അല്ലാഹുമ്മ അഅ്തിനി നൂറ, അല്ലാഹുവേ സമ്പൂർണമായ ഒരു പ്രകാശത്തെ ഞാൻ നിന്നോട് ആവശ്യപ്പെടുകയാണെന്ന്. വളരെ സിമ്പിളായ പ്രിയമുള്ളവരെ പ്രാർത്ഥനയാണ്. നമ്മളൊക്കെ നിർബന്ധമായും ഈ പ്രാർത്ഥന പഠിക്കണം. അല്ലാഹുമ്മ ഇജ്അൽ ഫീ ഖൽബി നൂറ വഫീ ലിസാനി നൂറ വജ്അൽ ഫീ സമഇ നൂറ വജ്അൽ ഫീ ബസരി നൂറ വജ്അൽ മിൻ ഖൽഫി നൂറ വമിൻ അമാമി നൂറ വജ്അൽ മിൻ ഫൗഖി നൂറ വമിൻ തഹ്തി നൂറ അല്ലാഹുമ്മ അഅ്തിനി നൂറ. ഇൻഷാ അല്ലാഹ് പ്രാർത്ഥന ആവശ്യമുള്ള ആളുകൾക്ക് ഞാൻ തരാം. നിർബന്ധമായി നമ്മൾ ഈ പ്രാർത്ഥന പഠിക്കണം. ഇത് പ്രാർത്ഥിച്ച് പ്രിയമുള്ളവരെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഇറങ്ങണം പള്ളിക്ക്. ഇനി അടുത്തതോ, പള്ളിയിലേക്ക് വരുമ്പോഴും നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കുമ്പോഴും നമസ്കാരത്തിലും വിരലുകൾ പൊട്ടിക്കാതിരിക്കുന്നുള്ളത്. ആളുകൾക്കുള്ളൊരു സ്വഭാവമാണെന്ത്, ചിലപ്പോൾ രണ്ട് കൈയൊക്കെ ഇങ്ങനെ ഓർത്തിട്ട് ഇങ്ങനെ പൊട്ടിക്കും, അല്ലെങ്കിൽ എങ്ങനെ ഓരോ വിരലിങ്ങനെ പൊട്ടിക്കണാണ്. ഇതൊക്കെ ഹദീസിൽ കൃത്യമായിട്ട് വന്ന കാര്യങ്ങളാണ്. മഹാനായ അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ തവല്ലാ അഹദുകും ഫഅഹ്സന വുദൂഅഹു, നിങ്ങളിൽ ആരെങ്കിലും വുദൂ എടുക്കുകയാണെങ്കിൽ നന്നായി വുദൂ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് സുമ്മ ഖറജ ആമിദൻ ഇലൽ മസ്ജിദി, നിങ്ങൾ പള്ളിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ പുറപ്പെടുക. എന്നിട്ട് പറഞ്ഞു ഫലാ യുശബ്ബികന്ന ബൈന അസ്വാബിഹി ഫഇന്നഹു ഫീ സ്വലാത്തിൻ, അയാളെ ആ പള്ളിയിലേക്ക് പോകുന്നതിൻ്റെ ഇടയിലും പള്ളിയിലുള്ള സമയത്തും നമസ്കരിക്കുന്ന സമയത്തും അയാളെ വിരലുകള് അയാൾ പൊട്ടിക്കാതിരിക്കട്ടെ. കാരണം ആ പള്ളിയിലെ വുളൂഎടുത്ത് പള്ളിയെ ലക്ഷ്യമാക്കി അയാൾ പുറപ്പെട്ട ആ സമയം മുതൽ അയാൾ എവിടെയാണ്, ഫഇന്നഹു ഫീ സ്വലാത്ത്, അയാൾ നിസ്കാരത്തിലാണ്. വീട്ടിൽ നിന്ന് വുളൂ എടുത്താലും ശരി, പള്ളിയിൽ നിന്ന് വുളൂ എടുത്താലും ശരി, വുളൂ എടുത്ത ആ സമയം മുതൽ അയാൾ പള്ളിയെ ലക്ഷ്യമാക്കി വരുന്ന ആളാണെങ്കിൽ, നിസ്കാരം ലക്ഷ്യമാക്കി വരുന്ന ഒരാളാണെങ്കിൽ അയാൾ ആ സമയം മുതൽ അയാൾ നിസ്കാരത്തിലാണ്. അപ്പോഴും പൊട്ടിക്കാൻ പാടില്ല, പള്ളിയിൽ ഇരുന്നാലും പൊട്ടിക്കാൻ പാടില്ല, നിസ്കാരത്തിന്റെ ഇടയിലും പൊട്ടിക്കാൻ പാടില്ല. അതൊക്കെ എന്താണ്, വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതേപോലെ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോഴും പുറത്തിറങ്ങുമ്പോഴും ചൊല്ലേണ്ട പ്രാർത്ഥന. നമുക്കറിയാം, വലതുകാല് വെച്ചിട്ടാണ് പള്ളിയിലേക്ക് നമ്മൾ കയറുക. അതാണ് പ്രവാചകന്റെ മര്യാദ, പ്രവാചകന്റെ സുന്നത്തതാണ്. ഇദാ ദഖല അഹദുകും അൽ മസ്ജിദ്, നിങ്ങൾ പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന സമയം ഫൽയുസല്ലിം അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പല ആളുകളും മറക്കുന്നുണ്ട്. ആളുകൾ അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ മുമ്പുള്ള മര്യാദ എന്താ? പ്രാർത്ഥനയുടെ മര്യാദയാണ് പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് വേണം. അപ്പൊ എങ്ങനെ പള്ളിയിലേക്ക് കയറുമ്പോ എങ്ങനെ പ്രാർത്ഥിക്കുക? ബിസ്മി ചൊല്ലണം.
അല്ലെ? ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ, വളരെ സ്വലാത്തിന്റെ ചുരുങ്ങിയ രൂപമാണത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൽ നിന്ന് ഇബ്രാഹിമിയ സ്വലാത്ത് അതിന്റെ പൂർണ്ണ രൂപമാണ്. അല്ല, ഇബ്രാഹിമിയ സ്വലാത്ത് അതിന്റെ ചുരുങ്ങിയ രൂപമാണെന്ത്? സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നതും വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ എന്ന് പറയണൊക്കെ അതിന്റെ ചുരുങ്ങിയ രൂപമാണ് സ്വലാത്തിന്റെ. അപ്പൊ ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതി. ഇങ്ങനെ പള്ളിയിലേക്ക് കയറുക. ഇനി പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴോ? പള്ളിയിൽ ഇറങ്ങുമ്പോഴും അങ്ങനെ തന്നെയാണ്. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങണ സമയത്തും അങ്ങനെ തന്നെയാണ്. ബിസ്മി ചൊല്ലണം, സ്വലാത്ത് ചൊല്ലണം, എന്നിട്ട് അല്ലാഹുമ്മ യഅ്ഫിനി മിനശ് ശൈത്വാനിർ റജീം ഉണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക എന്നുണ്ട്. അതേപോലെ തന്നെ അഊദു ബില്ലാഹിൽ അലീം വബിവജ്ഹിൽ കരീം വസുൽത്താനിഹിൽ ഖദീം മിനശ് ശൈത്വാനിർ റജീം. ഇതൊക്കെ വ്യത്യസ്തമായ റിപ്പോർട്ടിൽ വന്നതാണ്. ഇത് മൂന്നിലേതും നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഒന്ന്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക, നമുക്കൊക്കെ അറിയുന്ന പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക. ചൊല്ലുമ്പോൾ ബിസ്മി വേണം, സ്വലാത്ത് വേണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക. അല്ലെങ്കിൽ അല്ലാഹുമ്മ യഅ്സിംനി മിനശ് ശൈത്വാനിർ റജീം എന്ന് പ്രാർത്ഥിക്കാം. അതും അല്ലെങ്കിലോ അഊദു ബില്ലാഹിൽ അലീം വബിവജ്ഹിൽ കരീം വസുൽത്താനിഹിൽ ഖദീം മിനശ് ശൈത്വാനിർ റജീം. ഇതൊക്കെ പ്രാർത്ഥനകളാണ്. ഏത് രൂപത്തിലും നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ സ്വലാത്ത് പ്രിയമുള്ളവരെ നമ്മൾ ഒരിക്കലും മറക്കരുത്. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളെ ദുആ ഉണ്ടല്ലോ, ഒരാളെ പ്രാർത്ഥനയുടെ മര്യാദ പഠിപ്പിച്ച കൂടുതൽ എങ്ങനെ പറഞ്ഞത്? പ്രാർത്ഥന പഠിപ്പിച്ച മര്യാദ. നമ്മുടെ കാര്യങ്ങൾ എന്ത് ചെയ്യും? ഡയറക്റ്റ് പ്രാർത്ഥിക്കലാണ്. പ്രാർത്ഥനയുടെ മര്യാദ എന്താ? അവിടെ ഹംദ് വേണം, സ്വലാത്ത് വേണം. നമ്മൾ അല്ലാഹുവിനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം അൽഹംദുലില്ലാ എന്ന് ചൊല്ലണം, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. എന്നിട്ടാണ് നമ്മളെ കാര്യങ്ങൾ നമ്മൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത്. പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ ആളുകൾ പലപ്പോഴും മറക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധയിലുണ്ടാവണം. ഇത്തരം മര്യാദകളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? നമ്മൾ പാലിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ പള്ളിയെ അതിന്റെ ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി കാണുന്ന യഥാർത്ഥ വിശ്വാസിനികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباد الله أوصيكم ثانيا بتقوى الله. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പള്ളിയിൽ പ്രവേശിച്ചാൽ 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വളരെ പ്രബലമായ സുന്നത്താണ്. നബി ഖതാദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല അഹദുകുമുൽ മസ്ജിദ ഫലാ യജ്ലിസ് ഹത്താ യുസല്ലി റകഅത്തൈൻ. നിങ്ങളിൽ ഒരാൾ പള്ളിയിൽ പ്രവേശിച്ചാൽ അവൻ 2 റക്അത്ത് നമസ്കരിക്കുന്നത് വരെ അയാൾ ഇരിക്കാൻ പാടില്ല. അഥവാ പള്ളിയിൽ പ്രവേശിച്ച സമയം റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങളോ അല്ലെങ്കിൽ മറ്റ് സുന്നത്തുകളോ നിർവഹിക്കാനുണ്ടെങ്കിൽ അതയാള് നിർവഹിക്കാതെ ഇരിക്കരുത് എന്നാണ്. ഒന്നുകിൽ അയാൾക്ക് പള്ളിയിൽ കയറുമ്പോഴുള്ള തഹിയ്യത്ത് നിസ്കരിക്കാം. ഇനിയിപ്പോൾ അതിന്റെ മുമ്പ് റവാത്തിബ് സുന്നത്തുകൾ ഉണ്ടെങ്കിൽ ആ സുന്നത്ത് നിസ്കരിച്ചാലും മതി. അത് രണ്ടുമില്ലാതെ അയാൾ ആ പള്ളിയിൽ ഇരിക്കരുതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, പള്ളിയിൽ പ്രവേശിച്ചവന് ഇരിക്കുന്നതിന്റെ മുമ്പായി 2 റക്അത്ത് നമസ്കരിക്കല് ശറഅക്കപ്പെട്ട കാര്യമാണ്. അതേതു സമയത്താണെങ്കിൽ, അദ്ദേഹം പറഞ്ഞു നിസ്കാരം വിലക്കിയ സമയമാണെങ്കിൽ പോലും, നിസ്കാരം വിലക്കപ്പെട്ട സമയമുണ്ടല്ലോ, ആ സമയത്താണെങ്കിൽ പോലും ശരി, അയാള് ആ 2 റക്അത്ത് പള്ളിയിൽ കയറുമ്പോൾ 2 റക്അത്ത് അയാൾ നിസ്കരിക്കണം എന്നാണ്. അത്രയും പ്രാധാന്യമാണ് എന്ത് തഹിയ്യത്ത് നമസ്കാരത്തിനുള്ളത്. ഇവിടെ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും പള്ളിയിൽ പ്രവേശിച്ചാൽ 2 റക്അത്ത് നമസ്കരിക്കുന്നത് വരെ ഇരിക്കാൻ പാടില്ല. ഇനി അതിന്റെ കൂടെ ഇനിയിപ്പോ റവാത്തിബ് നമസ്കാരങ്ങൾ ഉണ്ടെങ്കിലോ അയാൾ അത് നിർവഹിച്ചാലും മതി തന്നെ. പക്ഷെ രണ്ടുമില്ലാതെ അയാൾ പള്ളിയിൽ ഇരിക്കാൻ പാടില്ല.
പിന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കെ പള്ളിയിൽ കയറി വന്ന ഒരാള്, അയാൾ നിസ്കരിക്കാതെ ഇരിക്കണപ്പോഴേ അയാൾ പറഞ്ഞു, ഖും, എഴുന്നേൽക്കുക, വസല്ലി റകഅത്തൈൻ, 2 റകഅത്ത് നമസ്കരിച്ചിട്ട് ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ ഇരുന്ന ഒരാളെ പ്രവാചകൻ എണീപ്പിച്ച് നമസ്കരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രാധാന്യം എത്ര ഉണ്ടാവും? പ്രത്യേകിച്ച് ജുമുഅന്റെ മുമ്പുള്ള തഹിയ്യത്ത്. ജുമുഅന്റെ മുമ്പ് സുന്നത്തല്ലല്ലോ, ജുമുഅന്റെ മുമ്പ് തഹിയ്യത്താണ്. അപ്പൊ അത് മറ്റ് ഉള്ളതിനേക്കാൾ പ്രാധാന്യം എന്ത്? ജുമുഅന്റെ മുമ്പുള്ളത്. അപ്പൊ ഒരിക്കലും അത് നമസ്കരിക്കാതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇരിക്കാൻ പാടില്ലെന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് ഏതാനും ചില കാര്യങ്ങൾ കൂടി ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാനുണ്ട്. നമുക്ക് അടുത്ത ഖുതുബയിൽ അതിന്റെ ബാക്കി ഭാഗം എന്ത് ചെയ്യാം? വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ദീന് ഉൾക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസിനികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ നെഞ്ചോട് ചേർത്തു വെക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും വന്ന എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ ഖബർ അള്ളാഹു തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടവരുണ്ട്. അള്ളാഹു അവരുടെ ഹലാലായ മുറാദുകളൊക്കെ അള്ളാഹു ആശിലായി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك.